ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي أوحينا إليك من الكتاب هو الحق مصدقا لما بين يديه إن الله بعباده لخبير بصير. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മുത്തഖീങ്ങളായി ജീവിക്കുവാനും തഖ്വയോടുകൂടിയുള്ള മരണം കൈവരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അനേകായിരം സൃഷ്ടി ജാലങ്ങളുടെ കൂട്ടത്തിൽ, ജീവവർഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് നാം അഥവാ
മനുഷ്യ സമൂഹം. നമ്മെ സൃഷ്ടിക്കുകയും നമുക്കൊരു ജീവിതം നൽകുകയും ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും നമുക്കൊരു ജീവിതം തരികയും ചെയ്യുക മാത്രമല്ല അവൻ ചെയ്തത്. നമുക്കൊരു ജീവിതം തന്നതോടൊപ്പം തന്നെ ആ ജീവിതം എങ്ങനെയായിരിക്കണം, താൻ നൽകിയിട്ടുള്ള ഈ ജീവിതം തൻ്റെ അടിമകൾ എങ്ങനെയാണ് അത് വിനിയോഗം ചെയ്യേണ്ടത്, അവരെങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, അവരെന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്ന കണിശമായ ഒരു വ്യവസ്ഥ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിശ്ചയിക്കുവാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു ആയതുകൊണ്ട് തന്നെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും മനുഷ്യന് പോലുമല്ല. അവനെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവിനാണ് അതിനുള്ള അധികാരം. അത് ദൈവിക താല്പര്യമാണ് എന്നതിനേക്കാൾ ഉപരി അത് പ്രകൃതിയുടെ തന്നെ ഒരു താല്പര്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംറു. നിങ്ങൾ അറിയണം, ലഹുൽ ഖൽഖു വൽ അംറു, ആരാണോ സൃഷ്ടിച്ചവൻ ശാസനാധികാരവും അവന് തന്നെയാണ്. ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ നിർമ്മാണത്തിന്റെ, നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ വർത്തിച്ചത്, സൃഷ്ടിച്ചവന് തന്നെയാണ് കൽപ്പിക്കുവാനുള്ള ശാസനാധികാരം. വളരെ വ്യക്തമായി ഖുർആൻ പറയുകയാണ്. സൃഷ്ടിച്ചവനാണ് തന്റെ സൃഷ്ടി എങ്ങനെയായിരിക്കണം, അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവന് മാത്രം അധികാരപ്പെട്ടതാണ്. ഒരു യന്ത്രത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള, ഒരു യന്ത്രത്തെ നിർമ്മിച്ചിട്ടുള്ള അതിന്റെ നിർമ്മാതാവ് അദ്ദേഹം ചില ഉപാധികൾ വെക്കുമ്പോൾ ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിക്കാൻ പാടില്ല. ഒരാൾ ഇതിങ്ങനെ പറഞ്ഞാൽ അത് പറയാൻ അയാൾക്കെന്ത് അധികാരം എന്ന് നമ്മളാരും ചോദിക്കാറില്ല. അത് പറയാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. കാരണം താൻ രൂപപ്പെടുത്തിയ, താൻ സൃഷ്ടിച്ചതിന്റെ നിർമ്മാണത്തെപ്പറ്റി, അതിന്റെ ഉള്ളടക്കത്തെപ്പറ്റി അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു നിർമ്മാതാവിന്റെ ആ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനുള്ള, ഇന്ന പോലെ ചെയ്യണമെന്ന് പറയുവാനുള്ള അദ്ദേഹത്തിന്റെ അധികാരത്തെ നാം ചോദ്യം ചെയ്യാത്തതുപോലെ ഖുർആൻ പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംർ. നിങ്ങളെ സൃഷ്ടിച്ചവനാണ് നിങ്ങളെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എന്ന് ഖുർആൻ പറയുകയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ ജീവിത നിയമങ്ങൾ മനുഷ്യനെ തന്നെ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനല്ല. അതുകൊണ്ടാണ് മനുഷ്യ നിർമ്മിത നിയമങ്ങൾ മനുഷ്യന് അനുകൂലമല്ല, മനുഷ്യ ജീവിത വിജയത്തിന് അത് ഗുണകരമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് കാറൽ മാർക്സിന്റേതാകട്ടെ, ഗാന്ധിജിയുടേതാകട്ടെ, ഡോക്ടർ അംബേദ്കറുടേതാകട്ടെ, സാക്ഷാൽ പ്രവാചകന്റേത് പോലും, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നിലയിൽ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് മുസ്ലിം സമൂഹത്തിന്, അള്ളാഹുവിന്റെ അടിമകൾക്ക് ബാധ്യതയായിട്ടുള്ളത്. അപ്പൊ ഈ ലോകത്ത് മനുഷ്യനോട് എന്ത് കൽപ്പിക്കുവാനുള്ള അധികാരം നാം അടിവരയിട്ട് മനസ്സിലാക്കണം, ഇത് അള്ളാഹുവിന് മാത്രമുള്ള ഒന്നാണ്. മനുഷ്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു തആല തീരുമാനിച്ചു. മനുഷ്യ ജീവിതം എങ്ങനെയാണ് ചരിക്കേണ്ടത് എന്ന് അല്ലാഹു തആല തീരുമാനിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകളാണ്, നിയമങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്.
വിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുകളാണുള്ളത്. അതാണ് ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം. നമ്മുടെ നാട്ടിൽ ഈ 6666 എന്ന് പറഞ്ഞിട്ട് ഒരു 6 വച്ചിട്ടുള്ള ഒരു കണക്ക് ഖുർആന്റെ ആയത്തുകളെ സംബന്ധിച്ച് പറയാറുണ്ട്. തെറ്റാണത്. ബിസ്മി അത് സൂറത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന തർക്കം തന്നെയുണ്ട്. ഇനി ബിസ്മി എന്ന് പറയുന്നത് ആയത്തായി പരിഗണിച്ചാൽ തന്നെ വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ബിസ്മിയും ഒരു സൂറത്തിലെ ബിസ്മി ഇല്ലാത്തതുള്ളൂ. അപ്പൊ വേറൊരു സൂറത്ത് 2 ബിസ്മിയുണ്ട്. വിശുദ്ധ ഖുർആനിലെ ബിസ്മിയെ വരെ ആയത്തായി ഗണിച്ചാൽ പോലും 6666 ആയത്ത് കിട്ടുകയില്ല. ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം നേരത്തെ പറഞ്ഞതാണ്. എന്താണ് ഈ 6236 ആയത്തുകളുടെ പ്രസക്തി? നമ്മുടെ നാട്ടിൽ ഓരോ കമ്പനി അതിന്റെ ഒരു ഉപകരണം നിർമ്മിച്ചു കഴിഞ്ഞാൽ, ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്ത് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ, നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആ യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ടും നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടും കമ്പനി ഒരു മാനുവൽ നിശ്ചയിച്ചിട്ടുണ്ടാകും. അച്ചടിച്ച് അതിനോടൊപ്പം ആ ഉപകരണത്തോടൊപ്പം നമുക്കത് ലഭിക്കും. എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് ആ യന്ത്രം നാം പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ ആ യന്ത്രം കേടായി പോകും. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മഹാ അത്ഭുത പ്രതിഭാസത്തെ സൃഷ്ടിച്ചവനായ, മനുഷ്യന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതം എങ്ങനെ ചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനുവൽ, മനുഷ്യ ജീവിതത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ വിശുദ്ധ ഖുർആനിലെ 6236 ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഈ നിർദ്ദേശങ്ങളാണ്. ലിയുൻദിറ മൻ കാന ഹയ്യം വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ. എന്തിനാണ് ഈ വിശുദ്ധ വചനങ്ങൾ നാം നിങ്ങൾക്ക് ഇറക്കിത്തന്നത് എന്നതിന്റെ ന്യായമായി ഖുർആൻ പറഞ്ഞു. ഇത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ളതാണ്. ജീവനുള്ള മനുഷ്യർക്ക് ഉത്ബോധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആനിനെ നാം ഇറക്കിയിട്ടുള്ളത് എന്ന് ഖുർആൻ അവതരണത്തിന്റെ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കപ്പെട്ടിട്ടുള്ള ജീവിത വ്യവസ്ഥയാണ്, നിയമനിർദ്ദേശങ്ങളാണ് ഖുർആൻ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഖുർആൻ ഇത് മുസ്ലിം സമൂഹത്തിന്റെ ഒരു സ്വകാര്യ സ്വത്തല്ല. ലോകത്ത് 600 കോടി മനുഷ്യരാണ് ഇന്ന് ജീവിക്കുന്നത്. ഈ 600 കോടി മനുഷ്യരുടെയും ശ്രദ്ധാവ് ഒന്നാണ്. മറ്റാര് അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അത് അംഗീകരിക്കുന്നവരാണ്. ഈ ലോകത്തെ 600 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച ഒരേ ഒരു സൃഷ്ടാവ് എങ്കിൽ ഈ 600 കോടി മനുഷ്യരുടെയും സന്മാർഗം ഈ സൃഷ്ടാവിന്റെ ബാധ്യതയാണല്ലോ. ഈ 600 കോടി മനുഷ്യരിൽ നിന്ന് ഒരു വിഭാഗത്തിന് മാത്രം സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കുക എന്ന് പറയുന്നത് സൃഷ്ടാവ് കാണിക്കുന്ന ഒരു അനീതിയാണല്ലോ. അതുകൊണ്ട് അള്ളാഹു തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്. തന്റെ ഈ ഗ്രന്ഥം ഇത് മാനവരാശിക്ക് മുഴുവൻ സന്മാർഗമായി അള്ളാഹു താല കൊടുത്തിട്ടുള്ള മനുഷ്യരാശിയുടെ സന്മാർഗ ഗ്രന്ഥമാണ്. ഇത് മുസ്ലിം സമൂഹത്തിന്റെ സ്വകാര്യ സ്വത്തല്ല. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു സത്യമാണ്. ഈ ഖുർആൻ ഇത് നാം ഇറക്കിയിട്ടുള്ളത് ജനങ്ങൾക്കുള്ള സന്മാർഗം എന്ന നിലയിലാണ്. ഹുദൽ ലിന്നാസ്. ഇത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള ജനങ്ങൾക്കുള്ള സന്മാർഗം എന്നതാണ് ഖുർആൻ അതിനെ സ്വയം പരിചയപ്പെടുത്തുന്നത്. മുസ്ലിങ്ങളുടെ സന്മാർഗം എന്ന നിലക്കല്ല. മുസ്ലിങ്ങൾക്ക് മാത്രം സന്മാർഗം കൊടുക്കുന്ന, അവർക്ക് മാത്രം വെളിച്ചം പ്രദാനം ചെയ്യുന്ന, അവർക്ക് മാത്രം പ്രകാശം ചൊരിയുന്ന ഒരു ഗ്രന്ഥമായിട്ട് ഖുർആൻ എവിടെയും അതിനെ പരിചയപ്പെടുത്തുന്നില്ല. ഹുദൻ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഒരു സന്മാർഗമാണ്. പക്ഷെ മുസ്ലിം സമൂഹം പോലും ഇത് തങ്ങളുടേത് മാത്രമായ ഒരു സ്വകാര്യ സ്വത്തായിട്ടാണ് അവർ അതിനെ ഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. വേറെ ആർക്കും ഒന്ന് നോക്കാൻ പോലും കൊടുക്കാത്ത, പെരുന്നാൾ ദിനത്തിന്റെ അന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ആളുകൾ നമ്മുടെ തൊട്ടടുത്ത അദ്വൈതാശ്രമത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ
അവിടുത്തെ ആശ്രമം മഠാധിപതി പറഞ്ഞ ഒരു വാക്കുണ്ട്. ഒരു പള്ളി കമ്മിറ്റി പള്ളിയിൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് പോരുന്ന വേളയിൽ ഒരു ഖുർആന്റെ കോപ്പി അവരോട് ചോദിച്ചപ്പോൾ, പരിഭാഷ ഉൾപ്പെടെയുള്ള ഒരു വിശുദ്ധ ഖുർആനിന്റെ കോപ്പി തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾക്ക് തരാൻ പാടില്ല, കൊടുത്തില്ല അത്രേ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാണ് ഈ സ്വാമിയുടെ നമ്മളോടുള്ള ചോദ്യം. എന്നിട്ട് ആ സ്വാമിക്ക് ഈ ഖുർആനിന്റെ അർത്ഥം ഉള്ള ഒരു പരിഭാഷ അടക്കമുള്ള ഒരു CD ഏതോ ചില സഹോദരങ്ങൾ പിന്നീട് എത്തിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വേറെ ആർക്കും നോക്കാൻ കൊടുക്കില്ല, ഇത് ഞങ്ങളുടേത് മാത്രമായ ഒരു സ്വകാര്യ സ്വത്തായിട്ട് ഇതിനെ കാണുന്ന, കുറെ മുമ്പുള്ള സംഭവമായിട്ടാണ് അദ്ദേഹം അതിനെ ഉദ്ധരിച്ചത്. ഇനിയും ഇത് മനസ്സിലായിട്ടില്ലാത്ത കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഈ റമദാനിൽ പത്രം വായിച്ചപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഒരു പള്ളി സന്ദർശിച്ച വേളയിൽ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു പള്ളി സന്ദർശിച്ചപ്പോൾ ഇമാമിന്റെ നേതൃത്വത്തിൽ ഖുർആനിന്റെ പരിഭാഷ ഉൾക്കൊള്ളുന്ന ഒരു കോപ്പി എസ് ശർമ്മ എന്ന് പറയുന്ന മന്ത്രിക്ക് കൊടുത്ത ഒരു ചിത്രം പത്രങ്ങളിലൊക്കെ വരികയുണ്ടായി. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനെ സമീപിച്ച് വിശുദ്ധ ഖുർആനിന്റെ ഒരു പരിഭാഷ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ കേരളത്തിൽ ഉടനീളം കണ്ട കാഫിറിനും മുശിരിക്കിനൊക്കെ കൊണ്ടുപോയി അള്ളാന്റെ കിതാബ് കൊടുത്തു, ഖുർആൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗങ്ങളായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. കോയമ്പത്തൂർ ജയിലിൽ നിന്ന് ജയിൽവാസം കഴിഞ്ഞ് അബ്ദുൽ നാസർ മദനി തിരിച്ചു വന്ന് VS അച്യുതാനന്ദനെ കാണാൻ ആദ്യം പോയപ്പോൾ അദ്ദേഹം കൊടുത്തത് ഖുർആനിന്റെ ഒരു പരിഭാഷ ഉൾക്കൊള്ളുന്ന ഒരു കോപ്പിയായിരുന്നു. ഒരു ദണ്ഡന പ്രസംഗങ്ങളും ഒരു ഖണ്ഡന പ്രസംഗങ്ങളും കേരളത്തിൽ അരങ്ങേറിയില്ല. ഒന്നെങ്കിൽ കൊടുത്തത് മഅദനിയാണ് എന്ന പരിഗണന, അല്ലെങ്കിൽ നേരം വെളുത്തു എന്നതിന്റെ തെളിവ്. എന്തുമാകട്ടെ, മുസ്ലിം സമൂഹത്തിൽ ഇനിയും ഇത് മനസ്സിലാക്കാത്ത ചിലരെങ്കിലും അവശേഷിക്കുന്നു. അവർ എനിക്കത് തന്നില്ല എന്ന് ഒരു ആള് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പൊ വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇത് ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് അല്ലാഹു തആല അവർക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി മുഴുവൻ മനുഷ്യരുടെയും സന്മാർഗത്തിന് വേണ്ടി അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഒരു തർക്കവും അതിലില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും സംശയിക്കും, ഈ ഖുർആൻ ഒരിടത്തും ഇത് മുസ്ലിങ്ങൾക്കുള്ളതല്ല, ഇത് മുഅ്മിനീങ്ങളുടെ സന്മാർഗ ഗ്രന്ഥമല്ല, ഇത് മനുഷ്യർക്കുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ, അല്ല ഉസ്താദ്, സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തുണ്ടല്ലോ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു, ഈ മഹത്തായ ഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിലൊരു സംശയവുമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങൾക്ക്, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, മുത്തഖീങ്ങൾക്ക് ഇത് സന്മാർഗമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ പറഞ്ഞു ഇത് ജനങ്ങൾക്കുള്ളതാണ്, മുത്തഖീങ്ങൾക്കാണ്, മുഅ്മിനീങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സൂറത്തുൽ ബഖറയുടെ ആദ്യം തന്നെ പറയുന്നു ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന്. ഇത് രണ്ടും ഒരു വൈരുദ്ധ്യം നിറഞ്ഞ ആശയം അല്ല. മുത്തഖീങ്ങൾക്ക് ഇത് സന്മാർഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഖുർആൻ പറഞ്ഞതും ഇത് ജനങ്ങൾക്ക് സന്മാർഗമാണ് എന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ജനങ്ങൾക്കിത് സന്മാർഗമാണ് എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ അവിടം കൊണ്ട് അത് ഒതുക്കി. പക്ഷെ മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ് എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ ഒരു വാക്ക് അവിടെ ചേർത്ത് പറഞ്ഞു. എന്താണ്? ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കിത് സന്മാർഗമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. ഇതൊരു വലിയൊരു വ്യത്യാസം തന്നെയാണ്. ഞാനതൊന്ന് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മുത്തഖീങ്ങൾക്ക് ഇത് സന്മാർഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റാർക്കും ഉള്ള സന്മാർഗമല്ല എന്നല്ല, ഇതെല്ലാവർക്കുമുള്ള സന്മാർഗ ഗ്രന്ഥമാണ്. ഇതേ ഉള്ളൂ ഇനി ഇത് ഈ ലോകത്ത്. ഏതുപോലെ റോട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നലുകൾ, വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ലൈറ്റുകൾ എല്ലാ ഡ്രൈവർമാർക്കും എല്ലാ യാത്രക്കാർക്കും ഉള്ളതാണ്. ഏതെങ്കിലും ഒരു വിഭാഗം യാത്രക്കാർക്ക് മാത്രമുള്ളതല്ലല്ലോ അത്.
ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള നിർദ്ദേശങ്ങളാണ് ഈ സിഗ്നൽ എന്ന് പറയുന്നത്. പക്ഷെ റോട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സിഗ്നലുകൾ എല്ലാ യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഉള്ളതാണ് എങ്കിലും ആ സിഗ്നലുകളെ പരിഗണിക്കുന്നവർ മാത്രമേ അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ആ സിഗ്നൽ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും ഒരുത്തൻ അത് നോക്കാതെ അതിനെ പരിഗണിക്കാതെ മുന്നോട്ടവൻ വണ്ടിയെടുക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ സിഗ്നൽ അവിടെ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. സവാഉൻ അലൈഹിം അന്തർത്തഹും അംലം തുന്തിറുഹും ലാ യുമിനൂൻ. എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവരും നോക്കാനും കാണാനും പരിഗണിക്കാനും വേണ്ടിയിട്ടാണ് അത് അവിടെ വച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഉള്ളതാണെങ്കിലും അത് നോക്കാനും ശ്രദ്ധിക്കാനും അത് പരിഗണിക്കാനും തയ്യാറാകുന്നവർക്ക് മാത്രമേ അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. അത് പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നവൻ അപകടത്തിൽപ്പെടും. അത് നോക്കാതെ മുന്നോട്ട് പോകുന്നവൻ പരാജയത്തിലേക്ക് അകപ്പെടും. ഇതുപോലെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഈ ഐഹിക ജീവിതത്തെ ഒരു യാത്രയോടാണ് ഉപമിച്ചത്. പരലോകത്തേക്ക് ലക്ഷ്യമാക്കിയുള്ള യാത്രാ സംഘങ്ങളാണ് നമ്മൾ. ഈ ഇഹലോകം ഒരു ഇടത്താവള മാത്രമാണ്. അങ്ങനെ പരലോകത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, പരലോകം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രാ സംഘത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നിശ്ചയിച്ചിട്ടുള്ള സിഗ്നലുകളാണ് 6236 വചനങ്ങൾ എന്ന് പറയുന്നത്. പച്ച കണ്ടാൽ ഇനി മുന്നോട്ട് പോകാം എന്നതിന്റെ തെളിവാണ്. ചുവപ്പ് കണ്ടാൽ ഞാനിനി അവിടേക്ക് പോകാൻ പാടില്ല എന്ന സൂചനയുണ്ട്. ഇനി നിങ്ങൾക്കാകാമെന്ന സൂചനയും അവിടെയുണ്ട്. ഇതുപോലെ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം. ഹറാമുകളെ കുറിക്കുന്ന ആയത്തുകളുണ്ട്, ഹലാലുകളെ കുറിക്കുന്ന ആയത്തുകളുണ്ട്. ദാ ഇങ്ങോട്ട് നിങ്ങൾക്ക് പോകാം, ഇന്നിന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് ഹലാലുകളാണ്. ഉഹില്ലത്തിലേക്കും. എന്നാൽ ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടേക്ക് അടുക്കല്ല. തഖറബുസ്സിന, അടുക്കല്ലേ നിങ്ങൾ. വ്യഭിചാരത്തോട് അടുക്കരുത് നിങ്ങൾ. പലിശയോട് നിങ്ങൾ അടുക്കരുത്. മദ്യം, ചൂത്, ലോട്ടറി പിശാചിന്റെ ഉൽപ്പന്നങ്ങളാണ്. മാറി നിൽക്കണം. ഫജിത്തനിബൂഹു, നിങ്ങൾ വിട്ടു നിൽക്കണം. ഇങ്ങനെ ഖുർആൻ മനുഷ്യരാശിക്ക് മുമ്പിൽ നമുക്ക് സിഗ്നലുകൾ തരികയാണ്. ഹറാമുകളും ഹലാലുകളും വളരെ കൃത്യമായി മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും ഉള്ളതാണെങ്കിലും ഇതിനെ പരിഗണിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ആ അർത്ഥത്തിലാണ് ഖുർആൻ പറഞ്ഞത് മുത്തഖീങ്ങൾക്ക് ഇത് സന്മാർഗമാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞത്. മുത്തഖി എന്ന് പറഞ്ഞ ആരാണ്? സൂക്ഷ്മത പാലിക്കുന്നവൻ. ഹറാമ് കണ്ടാൽ അവൻ അവിടെ നിൽക്കും. ഹറാമ് കണ്ടാൽ അവൻ അതിനോട് അടുക്കില്ല. എന്തെങ്കിലും വഴിയുണ്ടാക്കി ഹറാമ് തിന്നാൻ അവൻ നോക്കില്ല. അപ്പൊ അവൻ സൂക്ഷ്മത പാലിക്കും. ആ സൂക്ഷ്മത അവന് സന്മാർഗമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് ഖുർആൻ ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആർക്കാണ് ഈ ഖുർആൻ പ്രയോജനം ചെയ്യുക? ആ ഖുർആനിന്റെ ഹറാമ് ഹലാലുകളെ പരിഗണിക്കുവാൻ, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ഖുർആനിന്റെ ഈ സന്മാർഗം പ്രയോജനപ്പെടുകയുള്ളൂ എന്നതാണ്. അത് പരിഗണിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥം കയ്യിൽ കൊണ്ട് നടന്നാലും അത് ഈ സമുദായത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ്. സന്മാർഗത്തിന്റെ ഒരു ഗ്രന്ഥം തന്റെ കയ്യിൽ ഉണ്ടായിട്ടും അത് പരിഗണിക്കാതെ, തുറന്നു നോക്കാതെ, അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകാതെ അവന് ഈ കിതാബും പിടിച്ചുകൊണ്ടിങ്ങനെ നടന്നാൽ അവന്റെ ജീവിതത്തിൽ ഈ ഖുർആൻ നൽകപ്പെട്ടതും നൽകപ്പെടാത്തതും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഞാൻ ഓതിവെച്ച ഈ ആയത്തിൽ വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട ഈ സമുദായം, വിശുദ്ധ ഖുർആൻ അനന്തര സ്വത്തായി കൈമാറ്റം ചെയ്യപ്പെട്ട ഈ സമുദായത്തിലെ ഖുർആനിന്റെ അനുയായികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 തരക്കാരായി തരംതിരിക്കുന്നുണ്ട്. സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദും വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്. എന്നെ നിങ്ങളെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. സുമ്മ പിന്നീട്, ഔറസ്ന
നാം അനന്തരമായി കൊടുത്തു അൽ കിതാബ, ഈ ഖുർആൻ എന്ന ഈ ഗ്രന്ഥത്തെ. ഈ ഖുർആനാകുന്ന ഗ്രന്ഥത്തെ നാം അനന്തരമായി കൊടുത്തു അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിന, നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം തെരഞ്ഞെടുത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ. നാം തെരഞ്ഞെടുത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ നാം ഇതൊരു അനന്തര സ്വത്ത് പോലെ ഏൽപ്പിച്ചു. പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഈ ഖുർആനാകുന്ന സ്വത്ത് അനന്തരമായി ലഭിച്ച മുസ്ലിങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ ഖുർആനിനെ അനന്തരമായി നാം ഏൽപ്പിച്ച ഈ കൗമ, ഈ സമുദായം, അവരിൽ 3 തരക്കാരുണ്ട്. ഈ ഖുർആനിനോട് 3 തരം നിലപാട് സ്വീകരിച്ചവർ. ഫമിൻഹും ലാലിമുൻ ലിനഫ്സിഹി, അവരിൽ ആദ്യത്തെ കൂട്ടർ സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചവരാണ്. സ്വന്തത്തോട് തന്നെ അന്യായം കാണിച്ച, അക്രമം കാണിച്ച ആളുകൾ. വമിൻഹും മുക്തസിദ്, അവരിൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മുക്തസിദുകൾ, മധ്യവർത്തികളാണ്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, എന്നാൽ അവരിൽ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നന്മയുടെ കാര്യത്തിൽ മുമ്പേ കടന്നവരാണ്, മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിൽ 32ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ 3 ഇനമായി തിരിക്കുകയാണ്. ഈ ഖുർആനിനെ തന്റെ സന്മാർഗിക ഗ്രന്ഥമായി അംഗീകരിക്കുന്ന, ഈ ഖുർആനിനെ അനന്തരമായി ലഭിച്ച ഈ സമുദായം, ഈ സമുദായത്തിന്റെ ഖുർആനിന്റെ അനുയായികളെ 3 കാറ്റഗറിയായി, വിഭാഗമായി അല്ലാഹു തആല തരം തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം ആരാണ്? വമിൻഹും ലാലിമുൻ ലിനഫ്സിഹി, അവരിൽ ഒന്നാമത്തെ വിഭാഗം അവർ സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചവരാണ് എന്നാണ്. അവർ അള്ളാഹുവിനോട് അക്രമം കാണിച്ചില്ല. അവർ ഇസ്ലാമിനോടോ പ്രവാചകനോടോ ദീനിനോടോ അവർ അക്രമം കാണിച്ചിട്ടില്ല. അവർ അക്രമം കാണിച്ചത് അവരോട് തന്നെയാണ്. അഥവാ ഈ ഖുർആൻ എന്ന് പറയുന്ന സന്മാർഗത്തിന്റെ ഗ്രന്ഥം തന്റെ കയ്യിൽ ഉണ്ടായിട്ടും ജീവിതം വിജയിക്കാതെ പരാജയപ്പെട്ടു പോയവൻ ആരാണ്? ഈ സ്വന്തത്തോട് അക്രമം കാണിച്ച ഖുർആനിന്റെ അനുയായി എന്ന് പറയുന്നത്. 5 നേരത്തെ നമസ്കാരം തന്റെ മേൽ ഫർളാണ്. 5 നേരത്തെ ഫർള നമസ്കാരം തന്റെ മേൽ ബാധ്യതയാണ് എന്നറിയാത്ത ഏത് ഖുർആനിന്റെ അനുയായിയാണ് ഈ സമുദായത്തിലുള്ളത്? എന്നിട്ട് നമസ്കരിക്കാതെ, അതിന്റെ ഗൗരവം കാണിക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവൻ ലാലിമുൻ ലിനഫ്സിഹി, അവൻ സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ചവനാണ്. പലിശ അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു. അല്ലാഹു തആല അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ തിന്മയായി പ്രഖ്യാപിച്ച 7 തിന്മകളിൽ ഒന്നാണ് പലിശ. പലിശക്കാരൻ ചെയ്യുന്ന ആ തിന്മയുടെ പാപങ്ങളിൽ ഏറ്റവും ചെറുത് ഫൈനൽ റിബ തിസ്അത്തും വതിസ്ഊന ബാബ, പലിശയുടെ തിന്മകൾക്ക്, അതിന്റെ പ്രത്യാഘാതങ്ങൾക്ക് 99 ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചെറുത് അയ്യഅതിയ റജുലു ഉമ്മഹു, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കാൻ ശ്രമിച്ചവനെ പോലെയാണ് എന്നാണ്. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കാൻ സമീപിച്ചവനെ പോലെയാണ് പലിശക്കാരൻ. അത്രയും പലിശയോട് നീരസം പ്രകടിപ്പിക്കുകയും പലിശക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്ത ഇസ്ലാം, പലിശ നിങ്ങൾ തിന്നല്ലേ, ലാ തൗകുലു റിബ, നിങ്ങൾ പലിശ ഭുജിക്കല്ലേ, നിങ്ങൾ പലിശയിലൂടെ തിന്നുന്നത് ഉലൈക ലാ യഅകുലുന ഫീ ബുതൂനിഹിം ഇല്ലൻ നാർ, നരകത്തിലെ തീയാണ് കേട്ടോ നിങ്ങൾ ഈ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇതറിയാത്ത ഏത് മുസ്ലിമായി സമുദായത്തിന്റെ അകത്തുള്ളത്? എന്നിട്ടും പലിശക്കാശ് വാങ്ങി പലിശ പണം കൊണ്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോട് അക്രമം ചെയ്തത്? വമിൻഹും ലാലിമുൻ ലിനഫ്സിഹി, അവൻ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തവനാണ്. ഇങ്ങനെ ഒരു സന്മാർഗത്തിന്റെ ഗ്രന്ഥം തന്റെ കയ്യിൽ വെളിച്ചമുണ്ടായിട്ട് അതിനെ പരിഗണിക്കാതെ, ഹറാമിലെ പരിഗണിക്കാതെ, അള്ളാഹു നിശ്ചയിച്ച ഹറാമു ഹലാലുകളെ ഗൗനിക്കാതെ ഹറാമുകളിലൂടെ ജീവിച്ച ആളുകൾ, ഖുർആൻ ഒരു വിഷയത്തിന്റെ ഗൗരവം ഉണർത്തിയിട്ടും അത് പരിഗണിക്കാതെ അതിനെ പുച്ഛിച്ചു തള്ളിയവർ ലാലിമുൻ ലിനഫ്സിഹി, അവർ സ്വന്തത്തോട് തന്നെ അക്രമം കാണിച്ച ആളുകളാണ്. അപ്പൊ തിന്മകൾ ഒരുപാട് ചെയ്തു കൂട്ടിയ ആളുകൾ ഖുർആനിന്റെ അനുയായികളിൽ ഒരു വിഭാഗം അവരാണ്. രണ്ടാമത് ഖുർആൻ പറഞ്ഞു വമിൻഹും മുക്തസിദ്, ഈ ഖുർആനിന് അനന്തരമായി ഏറ്റെടുത്ത ഈ സമുദായത്തിൽ രണ്ടാമത്തെ വിഭാഗം മുക്തസിദുകളാണ്, മധ്യവർത്തികൾ.
മധ്യവർത്തികൾ, മുക്തസിദുകൾ. ആരാണ് ഈ മുക്തസിദുകൾ എന്ന് പറഞ്ഞാൽ? മധ്യവർത്തികൾ, അഥവാ നന്മയും തിന്മയും ഒരുപോലെ ആയവർ. അവരുടെ നന്മയുടെ തട്ടും തിന്മയുടെ തട്ടും ഒരുപോലെയായി. കുറെ നന്മകൾ അവർ ചെയ്തു, കുറെ അരുതായ്മകളും അവർ ചെയ്തു കൂട്ടി. സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം സൽക്കർമ്മങ്ങൾ അവർ ചെയ്തില്ല, എന്നാൽ നരകത്തിലേക്ക് പോകാൻ മാത്രമുള്ള തിന്മകളും അവർ ചെയ്തില്ല. ഇങ്ങനെ നന്മകളും തിന്മകളും തുല്യരായ ഒരു കൂട്ടർ, അവരെ പറ്റിയാണ് ഖുർആൻ ഫമിൻഹും മുക്തസിദ്, അവരുടെ കൂട്ടത്തിൽ മധ്യവർത്തികളുണ്ട് എന്ന് പറയുന്നത്. കുറെയൊക്കെ അവർ അള്ളാന്റെ വിളിക്ക് ഉത്തരം കൊടുത്തു, വേറെ കുറച്ച് അവർ പിശാചിന്റെ വിളിക്കും ഉത്തരം കൊടുത്തു. കുറെയൊക്കെ അള്ള വിളിച്ചെടുത്തേക്ക് അവർ വന്നു, കുറെയൊക്കെ അവർ പിശാച് വിളിച്ചെടുത്തേക്കും പോയി. ഇങ്ങനെ അള്ളാഹ്ക്കും പിശാചിനും ഒരുപോലെ ഉത്തരം കൊടുത്ത് ജീവിതത്തിന്റെ സൽക്കർമ്മങ്ങളും തിന്മകളും തുല്യരായിട്ടുള്ള ആളുകൾ, അവരെ പറ്റിയാണ് ഖുർആൻ ഫമിൻഹും മുക്തസിദ്, മധ്യവർത്തികൾ എന്ന് പറയുന്നത്. അത്തരം ആളുകൾക്കാണ് അല്ലാഹു തആല സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ ഒരു സ്ഥലം, അഹ്റാഫ് എന്ന് പറയുന്ന ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ അഹ്റാഫ് എന്നാണ്. എന്താണ് അഹ്റാഫ് എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത? ആരാണ് ഈ അഹ്റാഫുകാർ? അവർ സ്വർഗത്തിലേക്ക് പോകാൻ മാത്രമുള്ള സൽക്കർമ്മം അവരുടെ കൂടെയില്ല, എന്നാൽ നരകത്തിലേക്ക് കൊണ്ടുപോയി ശിക്ഷിക്കപ്പെടാൻ മാത്രം തിന്മകളും അവരുടെ പേരിലില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ച സ്ഥലമാണ് അഹ്റാഫ് എന്ന് പറയുന്നത്. ആരാണ് ഈ അഹ്റാഫിൽ പെട്ടുപോകുന്നത്? പല കർമ്മങ്ങൾ കൊണ്ട് അഹ്റാഫിൽ പെട്ടുപോയ ആളുകളുണ്ട്, ഏതെങ്കിലും ഒരു കർമ്മങ്ങൾ കൊണ്ട് മാത്രമല്ല. മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മൽ അഹ്റാഫ്, എന്താണ് ഈ അഹ്റാഫ്? വമൻ അസ്ഹാബുഹു, ആരാണ് ഈ അഹ്റാഫുകാർ? എന്താണ് അഹ്റാഫ്? ആരാണ് ഈ അഹ്റാഫിൽ ജീവിക്കുന്ന ആളുകൾ എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അഹ്റാഫു ഹിയ ജബലുൻ. അഹ്റാഫ് എന്ന് പറഞ്ഞാൽ അതൊരു പർവ്വതമാണ്, വിശാലമായ ഒരു പർവ്വതമാണ് അഹ്റാഫ് എന്ന് പറയുന്നത്. ബൈനൽ ജന്നത്തി വന്നാർ, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്, ഒരു പർവ്വതമാണ് അഹ്റാഫ്. ഫീഹ അഷ്ജാറും വ അൻഹാറും വ ഉയൂനുൻ. ഈ അഹ്റാഫ് എന്ന് പറയുന്ന ഈ പർവ്വതത്തിൽ മരങ്ങളുണ്ട്, അവിടെ വൃക്ഷങ്ങൾ, അവിടെ ചെറിയ ചെറിയ നദികളും പുഴകളുമുണ്ട്. ഈ അഹ്റാഫിൽ കുറെ ആളുകളുണ്ട്. അലൈഹ റിജാലുൻ. ഈ അഹ്റാഫ് എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ യൗകുലൂന മിൻ സിമാരിഹ, അവർ ഈ പർവ്വതത്തിലെ വൃക്ഷങ്ങളിലെ ഫലങ്ങൾ അവർ തിന്നും. വയശ്രബൂന മിൻ ഉയൂനിഹ, ഈ അഹ്റാഫ് എന്ന് പറയുന്ന സ്ഥലത്തെ ഈ പർവ്വതത്തിലെ നദികളിലെ വെള്ളം അവർ കുടിക്കും. അവർക്ക് കുടിക്കാനും വിശപ്പടക്കാനൊക്കെ ഉള്ള സംവിധാനം അവിടെ ഉണ്ട്. അപ്പൊ ഈ അഹ്റാഫ് എന്ന് പറയുന്ന പർവ്വതത്തിലെ മരങ്ങളിൽ നിന്നുള്ള ഫലങ്ങളും അതിന്റെ കായ്ഫലങ്ങളും അരുവികളിലെ വെള്ളവും അവർ കുടിച്ച് അവരുടെ വിശപ്പടക്കും. ഇതല്ല അവർക്ക് കൊടുത്തൊരു സൗകര്യമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, അപ്പൊ പിന്നെ സ്വർഗവും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. സ്വർഗത്തിൽ കൊടുക്കുന്ന പഴങ്ങളും ഇവിടെ കിട്ടുന്ന പഴങ്ങളും രണ്ടും രണ്ടാണ്. സ്വർഗത്തിൽ അവർ സ്വർഗവാസികൾ തിന്നുന്ന പഴങ്ങൾക്ക് തുല്യമായ പഴങ്ങളല്ല ഇവിടെ കൊടുക്കുന്നത്. ഇവരുടെ വിശപ്പടക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമാണത്. അവരെ പട്ടിണിക്കിടാൻ അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിന് അനുഭൂതികൾ അനുഭവിക്കാൻ മാത്രം അല്ലാഹു തആല അവരെ തീരുമാനിച്ചിട്ടില്ല. നരകത്തിന്റെ ശിക്ഷകൾ അവർ അനുഭവിക്കാൻ അല്ലാഹു തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആവശ്യം വേണ്ട ഒരു വിഭവം കൊടുത്തതാണ് വെള്ളവും ഭക്ഷണവും. ഇന്നമാ സുമ്മിയൽ അഹ്റാഫ്, ഈ സ്ഥലത്തിന് അഹ്റാഫ് എന്ന് പേര് വരാൻ കാരണം ലിഅന്നഹും യത്തലിയൂന അലൽ ജന്നത്തി വന്നാർ, ഒരേ സമയം നരകത്തിലേക്കും സ്വർഗത്തിലേക്കും എത്തി നോക്കാൻ കഴിയുന്നു എന്നതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. അറഫ എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചറിഞ്ഞു എന്നാണ്. അപ്പൊ ഒരേ സമയം നരകം കാണാനും അതേസമയം സ്വർഗം കാണാനും കഴിയുന്ന ഒരു ഇടത്താവളമാണ് അഹ്റാഫ് എന്ന്. അതുകൊണ്ടാണ് ഇതിന് അഹ്റാഫ് എന്ന് പേര് വരാൻ കാരണം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അഹ്റാഫിൽ പല വിഭാഗം ആളുകളുണ്ട്. പല കർമ്മങ്ങൾ കൊണ്ട് അഹ്റാഫിൽ വന്ന് പെട്ടവർ. അക്കൂട്ടത്തിൽ ഒരു വിഭാഗം അലൈഹ റിജാലുൻ, അഹ്റാഫിൽ അകപ്പെട്ടു പോയ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? ഖറജു ഇലൽ ജിഹാദ്, അവർ ജിഹാദിന് പുറപ്പെട്ടു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി അവർ പുറപ്പെട്ടു.
ബിഗൈരി റിളാ വാലിദൈഹി, തങ്ങളുടെ മാതാപിതാക്കളുടെ അനുവാദം ഇല്ലാതെ, മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെ, അവരുടെ അനുവാദമില്ലാതെ ജിഹാദിന് പുറപ്പെട്ട കുറെ ആളുകൾ ഫഖുതിലൂ ഫീ സബീലില്ലാ, അങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ അവർ കൊല്ലപ്പെട്ടു. ആ യുദ്ധത്തിൽ ഷഹീദുകളായി. ഫമനഅഹുമുൽ ഖത്ലു അൻ ദുഖൂലിഹിം അന്നാർ, അങ്ങനെ നരകത്തിൽ കടക്കുന്നതിനെ തൊട്ട് ഈ കൊല ചെയ്യപ്പെട്ടു എന്നത് അവർക്കൊരു തടസ്സമായി മാറി. അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു എന്ന പരിഗണന വെച്ചുകൊണ്ട് അല്ലാഹു തആല അവരെ നരകത്തിലേക്ക് വിട്ടില്ല. നരകപ്രവേശനത്തെ തൊട്ട് അവരെ തടുത്തു. അൽ ഖത്ലു, അള്ളാന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന സംഗതി. എന്നാൽ വമനഅഹും അനിൽ ജന്ന, സ്വർഗത്തെ തൊട്ട് അവർക്ക് തടസ്സമായി. കാരണം ലിഅന്നഹും ഖറജു ഇലൽ ജിഹാദി ബിഗൈരി റിളാ വാലിദൈഹി, മാതാപിതാക്കളുടെ അനുവാദം തൃപ്തിയില്ലാതെയാണ് അവർ ഈ ജിഹാദിന് പുറപ്പെട്ടത്. മാതാപിതാക്കളുടെ തൃപ്തി വാങ്ങാതെ ജിഹാദിന് പുറപ്പെട്ടതിനാൽ അവർ സ്വർഗത്തിലേക്ക് പോകുന്നതിനെ തൊട്ട് അത് തടസ്സമായി മാറുകയും ചെയ്തു. ഹത്താ അഖാമു ഫീഹാ, ഈ അറാഫുകാർ ഇങ്ങനെ അറാഫിൽ തന്നെ താമസിക്കും അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന കാലത്തോളം. കുറെ കാലം കഴിയുമ്പോൾ അല്ലാഹു തആല അവരെ സ്വർഗത്തിലേക്ക് തന്നെ വിടും എന്നാണ്. അപ്പൊ ആരാണ് അറാഫിൽപ്പെട്ടു പോയ ഒരു വിഭാഗം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി സഹാബികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മുഫസ്സിർ, സഹാബികളിൽ ഖുർആൻ വ്യാഖ്യാനത്തിൽ അഗ്രഗണ്യനായ പണ്ഡിതനായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, അറാഫിൽ പെട്ടുപോയ ആളുകൾ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ടു, എന്നിട്ട് ഷഹാദത്ത് വരിച്ചു, എന്നിട്ട് അവർ സ്വർഗത്തിൽ പോയില്ല. എന്തേ കാരണം? അവർ ജിഹാദിന് പോയപ്പോൾ സ്വന്തം മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയിട്ടാണ് പോയത്. അല്ലാഹ് ആവശ്യപ്പെട്ടിട്ടില്ല. വൃദ്ധരായ മാതാപിതാക്കളെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് ജിഹാദിന് പോകാൻ അല്ലാഹ് കൽപ്പിച്ചിട്ട്. മാതാപിതാക്കൾക്ക് ഇസ്ലാം കൊടുത്ത പരിഗണന, മാതാപിതാക്കൾക്ക് ഇസ്ലാം കൊടുത്ത, അവരുടെ ജീവിതത്തിന് ഇസ്ലാം കൊടുത്ത മൂല്യം ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ടിട്ട് മാതാപിതാക്കളുടെ തൃപ്തി വാങ്ങാതെ പോയി എന്ന ഒറ്റ കാരണത്താൽ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയാതെ പോയി. അതേസമയം അല്ലാഹു തആല അവരെ നരകത്തിലേക്ക് വിട്ടില്ല. കാരണം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് കൊല്ലപ്പെട്ട ആളുകളാണ്. അങ്ങനെ രണ്ടും തുല്യമായി വന്ന ആളുകൾ ഇവരാണ് അറാഫുകാർ. ഇങ്ങനെ പല കർമ്മങ്ങൾ കൊണ്ട് അറാഫിൽ പെട്ടുപോയ, എല്ലാം വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ വിഭാഗം വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, ഖുർആനിന്റെ അനുയായികളിൽ മൂന്നാമത്തെ ഇനമായിട്ട് ഖുർആൻ പറഞ്ഞു, അവർ നന്മയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ്. അവരുടെ നന്മയുടെ തട്ടും തിന്മയുടെ തട്ടും തൂക്കി നോക്കിയപ്പോ നന്മയുടെ തട്ടിനായിരുന്നു കനം തൂങ്ങിയത്. അവർ അള്ള വിളിച്ച വിളിക്കാണ് കൂടുതൽ അവർ ഉത്തരം നൽകിയത്. അള്ളാന്റെ വിളിക്ക് ജീവിതത്തിൽ ഉത്തരം കൊടുത്ത ആളുകൾ വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, ഈ ഖുർആനുമായി ജീവിതത്തിൽ നന്മയുടെ കാര്യത്തിൽ മുന്നേറിയിട്ടുള്ള ആളുകൾ. ഇങ്ങനെ മൂന്ന് തരം ആളുകൾ ഖുർആനിന്റെ അനുയായികളിലുണ്ട് എന്ന് അല്ലാഹു തആല തരംതിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും മതപണ്ഡിതനോ ഏതെങ്കിലും ഒരു പരിഷ്കർത്താവോ തിരിച്ച കാറ്റഗറിയല്ല. അല്ലാഹു തന്നെ തരംതിരിച്ചതാണ്. ഇന്ന കൂട്ടരുണ്ട്, ഇന്ന വിഭാഗക്കാരുണ്ട്, ഇന്ന വിഭാഗക്കാരുണ്ട്. ഞാൻ ഏത് വിഭാഗത്തിലാണ്? ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ പടച്ചവനെ ഞാൻ ഏതിലാണ്? ഞാൻ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്ന കാര്യത്തിൽ ഞാൻ ഈ അറാഫുകാരുടെ നിലവാരത്തിലാണോ? അതല്ല അവരെക്കാളും താണുപോയി കഴിഞ്ഞ ആദ്യം പറഞ്ഞ കൂട്ടരിലാണോ? അതല്ല ഈ മൂന്നാമത്തെ വിഭാഗത്തിലാണോ ഞാൻ? നാം ഓരോരുത്തരും നമ്മോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പരിശുദ്ധ റമളാൻ വിടവാങ്ങിയതോടുകൂടി ഇനി ഖുർആനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കാമെന്നാണ് നാം ധരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ഇനത്തിലായിരിക്കും നമ്മൾ പെട്ടുപോവുക. അതുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിന് വെളിച്ചമായി സന്മാർഗമായി നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ സന്മാർഗ ഗ്രന്ഥത്തെ ഇത്തഖുല്ലാഹ മസ്തതഅതും, സാധ്യമാകുന്ന അളവിൽ, അല്ല പോലും അങ്ങനെ തന്നെയുള്ള പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിച്ച് ഹറാമുകളോട് അകലം പാലിക്കുവാൻ, അല്ലാഹു തആല വിലക്കിയിട്ടുള്ള ഹറാമുകളോട് അകലം പാലിക്കുവാൻ, വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിനെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ المهيمن العزيز الجبار المتكبر سبحان الله عما يشركون نشهد أن حبيبنا وقدوتنا محمد بن عبد الله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن أمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجات. طيب ثراهم وجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار وادخلنا الجنة يا رب العالمين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.